ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ നിസ്സാരമായ ഒരു റെസിപ്പിയാണ്. ഇത് കാണുമ്പോൾ ചിലർ പറയുമോ ഇതെന്താ റെസിപ്പിയാണെന്ന്. പക്ഷേ ഇതെനിക്കൊരു വന്ന റിക്വസ്റ്റും പ്രകാരം ഞാൻ ഇടുക. അത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ എനിക്ക് വന്ന റിക്വസ്റ്റാണ്. പുള്ളിക്കാരുടെ കുഞ്ഞിന് 1 വയസ്സായി, അതിന് കൊടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും റെസിപ്പി ഉണ്ടെങ്കിൽ കാണിക്കണേന്ന്. ഇത് ഇപ്പം കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല വലിയവർക്കും നല്ലതാണ്. പ്രത്യേകിച്ച് ഷുഗറുകാർക്ക് ഇത് വളരെ നല്ലതാണ്. അതായത് റാഗിയും കൊണ്ട് പഞ്ഞിപ്പുല്ലും കൊണ്ട് പൊടിച്ച പൊടിയും കൊണ്ട് നമ്മളൊരു കുറുക്കുണ്ടാക്കുക. ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഈ 1 വയസ്സായ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ വീട്ടിലുള്ള എല്ലാ ആഹാരങ്ങളും കുറേശ്ശെ കൊടുക്കാം. പിന്നെ ഇങ്ങനെയുള്ള ഈ പഞ്ഞിപ്പുല്ല് പ്രത്യേകിച്ച് തണുപ്പ് സമയത്ത് അധികം കൊടുക്കണ്ട, കാരണം ഇത് ശരീരത്തിന് നല്ല തണുപ്പ് തരുന്ന ഒരു ഫുഡാണ്. ഇതിനായിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് ഞാൻ പറയാം. അതിനായിട്ട് ഞാനിപ്പോൾ റെഡിമെയ്ഡ് പൊടിച്ച റാഗിയുടെ പൗഡറാണ്. അതൊരു 2 സ്പൂൺ എടുക്കുക. ഇപ്പോൾ കുഞ്ഞുങ്ങൾക്കാവുമ്പോൾ 2 സ്പൂണൊന്നും വേണ്ട. 2 സ്പൂൺ ആകുമ്പോൾ ഒത്തിരി കാണും. 1 സ്പൂൺ എടുത്താൽ മതി. ഞാനൊരു റാഗിപ്പൊടി ഈ സ്പൂണിന് 2 സ്പൂൺ എടുത്തിട്ടുണ്ട്. അതിനായിട്ട് ഞാൻ ഇവിടെ ശർക്കര എടുത്തിട്ടുണ്ട്. ശർക്കര ഇത്രയും വേണ്ട, മധുരത്തിനനുസരിച്ച് ശർക്കര ചേർക്കാം. പിന്നെ ഏലക്ക ഒരെണ്ണം ഞാൻ പൊടിച്ചിട്ടുണ്ട്. അതിപ്പം ഒരു ഫ്ലേവറിന് വേണ്ടി 1 ഏലക്ക പൊടിച്ചുകൂടെ ചേർക്കുമ്പോൾ നല്ലൊരു മണം കിട്ടും. പിന്നെ ഒരു നുള്ള് വേണ്ട, ഒരു സ്വല്പം ഉപ്പ്. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഫുൾ പാലിൽ ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഒരു സ്വല്പം വെള്ളം കൂടെ ചേർത്ത് ആദ്യം വേവിച്ചതിന് ശേഷം പിന്നെ പാലൊഴിക്കുക. ഇത്രയുമാണ് നമുക്ക് വേണ്ടിയത്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇപ്പം ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് വെള്ളം ഞാൻ ഒഴിക്കുക. ഇപ്പം കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഫുള്ള് പാലിലൊന്നും ഉണ്ടാക്കുന്നതാണ് നല്ലത്. അതിലോട്ട് ഞാൻ ആവശ്യത്തിനുള്ള ശർക്കര അങ്ങിടുക. മധുരം എത്രയാണെന്ന് വെച്ചാൽ അതങ്ങിടണം. ശർക്കരയൊന്ന് മെൽറ്റാവട്ടെ. ഇതിപ്പോൾ എനിക്ക് വേറെ റിക്വസ്റ്റുകൾ വന്ന് ഇതിപ്പോൾ ഒരു കുഞ്ഞിന് കൊടുക്കേണ്ടതാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് അതെല്ലാം ഒന്ന് പെൻഡിങ്ങിൽ വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയതാണ്. ഇതറിയാം, കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ പറ്റാൻ ഓരോന്നൊക്കെ ഫുഡ് ഉണ്ടാക്കാൻ പറ്റാത്ത ഒത്തിരി കുട്ടികൾ കാണും. അവർക്ക് വേണ്ടിയാണ് വീഡിയോ ഇടുന്നത്. നമ്മുടെ കുക്കിംഗ് എക്സ്പേർട്ടുകാർക്കൊക്കെ ഇതൊരു നിസ്സാരമായിരിക്കും. ഇനി നമുക്ക് തീ ഒന്ന് കുറയ്ക്കാം. ഇനി കുറച്ച് പാലൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇനി ഈ റാഗിപ്പൊടി നമ്മൾ എപ്പോൾ ഇടുമ്പോഴും അത് ഇട്ട് കഴിഞ്ഞ് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം. ചെറിയ തീയിലായിരിക്കണം ഇത് വേവണം. ഇതിനിട്ട് ഈ റാഗിപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം. അത് നന്നായി വേവണം. വലിയ ഹൈ ഫ്ലെയിമിലിട്ട് അത് കട്ടയുമായി പോവും, വേവത്തുമില്ല. ഇതിലോട്ട് ആ ഏലക്കാപ്പൊടി കൂടെ ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇത് ഇതിൻ്റെ നല്ല അയണുള്ള ഒരു ഫുഡായി റാഗി. ഇത് വലിയവർക്കും നല്ലതാ, കുഞ്ഞുങ്ങൾക്കും നല്ലതാ. ഇത് ഞാനിപ്പോൾ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച ആദ്യം ശർക്കര ഇട്ടത്. അത് കഴിഞ്ഞ് ഒരു 1/4 ഗ്ലാസ് പാലൊഴിച്ച് ഇനി ഇത് വീണ്ടും കുറച്ചുകൂടെ പാല്, ഞാൻ ഒരു 3/4 ഗ്ലാസ് പാലെടുത്ത് ആ പാല് മൊത്തം ഒഴിച്ചെന്നിട്ട് ചെറു തീരത് വേവട്ടെ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം. അതുപോലെ ഈ 1 വയസ്സായ കുഞ്ഞുങ്ങൾക്ക് ഏത്തക്ക പുഴുങ്ങി കൊടുക്കാം, ഏത്തക്ക പൊടി കലക്കി കൊടുക്കാം. പിന്നെ ഈ നമ്മുടെ ഈ ഡാള മീൻസ് ഈ പയറുവർഗ്ഗങ്ങളില്ലേ, തൊമര, അങ്ങനെ പല പച്ച പയറ്, അതൊക്കെ ഓരോ സ്പൂൺ എടുത്ത് കുറച്ച് അരിയും കൂടെ എടുത്ത് നന്നായി കഴുകി ഉണങ്ങി പൊടിച്ച് അതും ഇങ്ങനെ ഓരോ സ്പൂൺ വെച്ച് കലക്കി കൊടുക്കുന്നതൊക്കെ വളരെ നല്ലതാണ് കുഞ്ഞുങ്ങൾക്ക്. ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ ഒരു ബദാം കൂടെ പൊടിച്ചിട്ടാൽ നല്ല പ്രോട്ടീൻ കുഞ്ഞിന് കിട്ടും. ഇതിപ്പോൾ ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഇത് കൊടുത്തിട്ട് ഒത്തിരി നേരം ഇത് കൊടുത്തു കഴിഞ്ഞാൽ വെച്ചേക്കൽ, കാരണം വെള്ളം പോലാവും. ഒരെള്ളം ചൂടിൽ ഇത് കൊടുക്കാൻ നോക്കണേ. നമ്മൾ കൊടുത്തു കഴിഞ്ഞ് അത് അടച്ചു വെച്ചിട്ട് വീണ്ടും കൊടുക്കരുത്. അന്നേരത്തേക്കിനുള്ളത് മാത്രം ഉണ്ടാക്കി കൊടുക്കണം. അണ്ടേ ഒരു കുറച്ചുകൂടെ കട്ടിയാവട്ടെ. ഒരു സ്പൂണിൽ കോരി കൊടുക്കണ്ടേ. ഇങ്ങനെ കട്ടിയിൽ കൊടുക്കുന്നതാണെങ്കിൽ ഇങ്ങനെയും കൊടുക്കാം. ഒരു ഇച്ചിരിയും കൂടെ ആയാലും കുഴപ്പമില്ല. ഈ പരുവം മതി. ഇനി നമുക്ക് തീ ഓഫാക്കാം. അല്ല, ഇതിന് മുമ്പിട്ട് ഒരു ഇത്തരം വിരലിൽ സ്വല്പം ഉപ്പൂടെ ഇട്ട് കൊടുത്തേരാം. ഇനി നമുക്ക് തീ ഓഫാക്കാം.
നമ്മുടെ റാഗിയുടെ കുറുക്ക് റെഡി ആയിട്ടുണ്ട്. അതായത് പഞ്ഞിപ്പുല്ലിൻ്റെ കുറുക്ക്. ഇത് കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ നല്ലതും വളരെ ടേസ്റ്റ് ചെയ്ത് വലിയവർക്കും നല്ലതാണെന്ന് ഞാൻ ആരംഭത്തിലേ പറഞ്ഞു. ഇത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻ്റ് ഇടുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെയുള്ള പുതിയ സംഭവമായി നമുക്ക് വീണ്ടും കാണാം. ബൈ. ഗോഡ് ബ്ലെസ് യു.